ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇപ്പോൾ അവധി സമയത്ത് കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ 3 ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പഴത്തിനുള്ളിലുള്ള ഈ ഒരു നൂല് പോലെയുള്ള ഈ ചെറിയ വിത്തോട് കൂടിയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പഴം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് 3 പഴത്തിൻ്റെയും ഈ ഒരു പോർഷൻ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും എങ്ങനെ നല്ല സ്മൂത്തായിട്ട് വരും ആ ഒരു രീതിക്ക് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിനുള്ളിലായിട്ട് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയുടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കി ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം പിന്നെ ഈ ഒരു തേങ്ങയൊക്കെ ഒന്ന് ചേർത്തിട്ട് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പഴം കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാം. കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം എണ്ണ തടവിയിട്ട് വേണം പഴം എടുത്തിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള പഴം നമുക്ക് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ ഒന്ന് പരത്തി നടുവിലൊന്ന് ചെറിയൊരു കുഴി പോലെ ഒന്ന് ആക്കിയെടുക്കുന്ന പോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതിനുള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. 1-2 സ്പൂൺ അളവിൽ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് അടച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴവും ഒന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ്. ഞാനൊരു 3 ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഈ പഴം നമുക്ക് ഈ ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുട്ടയിലോ മൈദയിലോ ഒന്നും മുക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ ഈ ബ്രെഡ് പൊടി നന്നായിട്ട് ഈ ഒരു പഴത്തിലൊന്ന് പിടിച്ചിരുന്നോളും. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ പഴവും ഒന്ന് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും, ബ്രെഡ് പൊടി ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും, പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പുറം ഭാഗം ഒന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ പഴമൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടി മാത്രം ഒന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴം ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ഞാൻ 2 പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പഴം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പഴം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് പഴംപൊരി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പഴംപൊരി ആയിട്ടും കൊഴുക്കട്ട കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊഴുക്കട്ടയായിട്ടും കഴിക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.